ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഫിസിക്സ് വിത്ത് സംഗീതിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ഡേ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇതാണ് നമ്മുടെ ഫിസിക്സ് നമ്മൾ 12th ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആ വാക്കിൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം അതെന്താണെന്നുള്ള ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ടിരിക്കുന്നത്, റെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുന്ന ചാർജസിനെ പറ്റി പഠിക്കുന്ന, ആ ചാർജസിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് അറ്റ് റെസ്റ്റ്. ഒരു റെസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം നമുക്ക് എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽസിൻ്റെയും ഒരു കണ്ടക്ടറായിട്ടുള്ള ഒരു മെറ്റീരിയൽസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി കാരണം അതിന് സ്വയമോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിലോട്ടോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ചാർജസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി കാരണം അതിന് ചുറ്റുമോ അല്ലെങ്കിൽ അതിന് സ്വയമോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ചാർജസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഓർ എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ്. നമ്മൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചീപ്പ് വെച്ച് തല കോതുന്നു, അതേപോലെ തന്നെ ആ ചീപ്പ് നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ടാണ് മുടി ചെയ്യുന്നതെന്ന് സപ്പോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുടിയിൽ ഈ സ്കെയിൽ നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ ചെറിയൊരു പേപ്പർ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിൽ ഈ പേപ്പർ പീസിനെ അട്രാക്റ്റ് ചെയ്യും. സോ അത് അവിടെ നടക്കുന്നത് ഈ ഇലക്ട്രിക് ചാർജസിൻ്റെ എക്സ്ചേഞ്ച് വഴി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും അതേപോലെ ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 2 ചാർജസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഒരു പോസിറ്റീവ് ചാർജ്, ഒന്ന് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിന് നമ്മൾ പ്രോട്ടോൺ എന്നും നെഗറ്റീവ് ചാർജിന് നമ്മൾ ഇലക്ട്രോൺ എന്നും പറയും. സോ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാം, അപ്പോൾ ചാർജ് ഇല്ലാത്തതോ? ന്യൂട്രോൺ എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവ് എത്രയാണോ പോസിറ്റീവ് പ്രോട്ടോൺസ് അധികമുള്ള അത്രയും നെഗറ്റീവ് ഇലക്ട്രോൺസും അധികം കാണും. സോ നള്ളിഫൈ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്ത് പോകും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. നമുക്കിത് അറിയാനുള്ളതാണ്. സോ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാർജിൽ നമ്മൾ ഇലക്ട്രിക് ചാർജ് സ്റ്റാറ്റിക് പൊസിഷനിലിരിക്കുമ്പോൾ, സ്റ്റാറ്റിക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്റ്റിംഗ് പൊസിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0. ആ ടൈമിൽ അത് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ? അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ അതിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. വെൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ഇറ്റ് ഓൺലി പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്. എന്നാൽ വെൻ ഇലക്ട്രിക് ചാർജ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, നമ്മൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി v, ഒരു ഇലക്ട്രിക് ചാർജ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പോൾ അവിടെ 2 ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും. എന്നാൽ മൂന്നാമത്തെ കേസിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, വേരിയബിൾ വെലോസിറ്റിയാണ്. ഓരോ സമയത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്പീഡിലാണ് നമ്മുടെ ചാർജ് പോകുന്നത് എങ്കിൽ അവിടെ ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് 3 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എടുക്കാം. മെറ്റീരിയൽസിന് നമ്മളിവിടെ 3 ടൈപ്പായിട്ടായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കണ്ടക്ടർ, രണ്ടാമത്തെ ഇൻസുലേറ്റർ, മൂന്നാമത്തെ സെമി കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജിനെ കണ്ടക്ട് ചെയ്യും, നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടും. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രിക് ചാർജസിന് പോകാൻ പറ്റത്തില്ല,
അവിടെ കറണ്ടും പാസ്സാവുന്നില്ല. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി പോകും. അതിന് എക്സാമ്പിൾസാണ് വെച്ചിട്ടുള്ള കണ്ടക്ടറിന് എക്സാമ്പിൾ മെറ്റൽസും ഹ്യൂമൻ ബോഡിയും, ഇൻസുലേറ്റർ പ്ലാസ്റ്റിക്, വൂൾ, അതുപോലെ ഗ്ലാസ് ഐറ്റംസ്. അതുപോലെ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സിലിക്കോൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാമ്പിൾ, ഇത് ഓർത്ത് വയ്ക്കുക. ഒരു എക്സാമ്പിളെങ്കിലും സെമി കണ്ടക്ടറിൻ്റെ നിങ്ങൾക്ക് മിനിമം പഠിച്ചിരിക്കണം. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. നമ്മൾ ഇലക്ട്രിക് ചാർജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു 4 പ്രോപ്പർട്ടീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളെ സ്കൂളിൽ ഒരു 3 പ്രോപ്പർട്ടീസ് ആയിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഫോക്കസ് ഓൺ 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഒന്നാമത്തെ ചാർജസ് എന്ന് വെച്ചാൽ അഡിറ്റിവിറ്റി ഓഫ് ദ ചാർജ്, രണ്ടാമത്തേന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ്, മൂന്നാമത്തെ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, നാലാമത്തെ ഇൻവേരിയൻസ് ഓഫ് ചാർജ്. സോ അത് നമുക്ക് എന്താണ് ഓരോ പോയിൻ്റായിട്ട് അത് നമുക്ക് എന്താണെന്ന് പഠിക്കാം. അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോസ് ഒരു ബോഡി, ആ ബോഡിയിലിട്ട് നമുക്ക് കുറച്ച് ചാർജസ് ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ട് കുറച്ച് ഒരു നമ്പേഴ്സ് ഓഫ് ലൈക്ക് ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. സോ നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു ഡയറക്ഷൻ ഇല്ല. പക്ഷേ അതിനെന്തുണ്ട്, സയൻസ് ഉണ്ട്. ഇലക്ട്രോൺസ് ആണ് എങ്കിൽ, ഈ ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന് നമ്മളൊരു നെഗറ്റീവ് സൈൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്രോട്ടോൺസ് ആണെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് സൈൻ ആയിരിക്കും യൂസ് ചെയ്യണം. സോ ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി, അതിന് ഡയറക്ഷൻ ഇല്ല, ബട്ട് വി ഹാവ് ടു കൺസിഡർ ദ സൈൻ. സോ ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഒരു ബോഡിക്കകത്ത് 4 കൂളംബ്, 2 കൂളംബ്, -3 കൂളംബ്, 6 കൂളംബ് ഇതാണുള്ളത് എങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ Q = 4C + 2C - 3C + 6C = 6, 9, 6, 12, 9 കൂളംബാണ് ഇതിൻ്റെ ടോട്ടൽ ചാർജ്. നമ്മൾ അഡിറ്റീവ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ ടോട്ടൽ ചാർജസിൻ്റെ എടുക്കുന്നതാണ്. നമുക്ക് ഫൈൻ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ചാർജസിൻ്റെയും ടോട്ടൽ എടുക്കുന്നതിനാണ് നമ്മൾ അഡിക്റ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസർവേഷൻ ഓഫ് ചാർജ്. അതും എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇലക്ട്രിക് ചാർജ് ഉണ്ടല്ലോ അതിൻ്റെ നേച്ചർ അകത്ത് എത്രയുണ്ടോ അത്രയും തന്നെ പുറത്തും കാണും. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എനർജിയിൽ നമ്മൾ പറയില്ല, എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. സെയിം ഇതാണ് ഇവിടെ എനർജി ക്യാൻ ബി ചാർജ് ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സപ്പോസ് ഗ്ലാസ് എടുക്കുകയാണ്, ഗ്ലാസും സിൽക്കും, നമ്മൾ സിൽക്ക് വെച്ച് ഗ്ലാസ്, ഇപ്പം ഈ ഒരു ഗ്ലാസ്സിൽ ഒരു സിൽക്ക് എടുത്തിട്ടുണ്ട്, രണ്ടിനും ചാർജ് 0 ആണ്. കാര്യം ഇതിൻ്റെ അകത്ത് എത്രയാണോ പോസിറ്റീവ് പ്രോട്ടോൺസ് ഉള്ളത് അത്രയും തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺസും ഉണ്ട്. ഇതിലും അങ്ങനെയാണ്. സോ നമ്മൾ എപ്പോഴാണോ സിൽക്ക് വെച്ച് നമ്മൾ ഗ്ലാസ്സിന് റബ്ബ് ചെയ്യുന്നത്, ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് ഇലക്ട്രോൺസ് നമ്മൾ സിൽക്ക് അക്യൂർ ചെയ്യും. അപ്പം നമ്മുടെ ഈ ഗ്ലാസ്സിൽ നിന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പോയി കഴിയുമ്പം അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാവും. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺസിന് റിസീവ് ചെയ്ത സിൽക്ക് എന്താവും, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളാവും. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ഇവിടെ ഉള്ള ചാർജിന്, ഇലക്ട്രോണിൻ്റെ ചാർജിനെ നമ്മൾ ആരും നശിപ്പിക്കുകയോ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇത് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട്, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറെ ഒബ്ജക്റ്റിലോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ബലൂൺ കൺസിഡർ ചെയ്യുക, അത് നമ്മൾ ചാർജ്ഡ് ബലൂൺ ആണെന്ന് വയ്ക്കുക. ഇതിൽ എത്ര ചാർജ് കാണുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഞാൻ പറയുന്നത്, നമുക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇത് ചാർജ്ഡ് എന്ന സെൻസിൽ ഞാനിവിടെ പോസിറ്റീവ് എടുക്കാൻ കാര്യം, നമ്മൾ പോസിറ്റീവ് പ്രോട്ടോൺസ് ആഡ് ചെയ്ത് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബലൂൺ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് n നമ്പേഴ്സ് ഓഫ് പ്രോട്ടോൺസും n നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺസും കാണും. സോ നമുക്ക് മിനിമം ചാർജ് ഇതിൽ കാണാൻ പറ്റുന്നത് എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ ആയിരിക്കും. ഒരു ഇലക്ട്രോൺ എന്തായാലും കാണും. സോ ആ ഇലക്ട്രോണിനെ മാറ്റിയാൽ അത് പോസിറ്റീവ് പാർട്ടിക്കിളായി. സോ അപ്പം മിനിമം ഒരു ഇലക്ട്രോണെങ്കിലും അവിടെ കാണണമല്ലോ, എന്നാലേ ഇത് പോസിറ്റീവ് ചാർജ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു ഇലക്ട്രോൺ പോലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ന്യൂട്രൽ. സോ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോണെങ്കിലും ഈ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കും. സോ അത് കാരണം നമ്മൾ വി വിൽ ബി ടേക്കിംഗ് മിനിമം ചാർജ് വിൽ ബി സിമിലർ ടു ദ ചാർജ് ഓഫ്
ഇലക്ട്രോൺ, ലൈക്ക് ദ വാല്യൂ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. E is equal to 1.6 into 10 raised to minus 19 CA കൂളംബ്. സോ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എൻ ഇൻറ്റു ഇ. എത്രയാണോ എൻ എന്ന് വെച്ചാൽ ഒരു ഇൻറ്റീജർ നമ്പർ ഉണ്ട്, എത്രയാണോ ടോട്ടൽ നമ്മുടെ പ്രോട്ടോൺസ് ഒരു ഇലക്ട്രോൺസ് ഉള്ളത്, അതേ അതിൻ്റെ ആ ഇൻറ്റീജർ വാല്യൂ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ആ ചാർജിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടും. So quantization of charge is a principle that electric charge is not continuous. ഇത് പറയുന്നത് ഇലക്ട്രിക് ചാർജ് കണ്ടിന്യൂസ് അല്ല, ബട്ട് എക്സിസ്റ്റ് ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് ഓർ ഇൻഡിവിസിബിൾ പാക്കറ്റ്സ്. ഇത് നമുക്ക് നിലനിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിലുള്ളത് ഡിസ്ക്രീറ്റ് ആയിട്ടായിരിക്കും, അല്ല കണ്ടിന്യൂസ് ആയിട്ടില്ല. പല പല പൊസിഷനിൽ പല പല ലൈക്ക് സപ്പോസ് ഇതിൽ യൂണിഫോം ഇങ്ങനെ തന്നെ ആ ഒരു പോസിറ്റീവ് ചാർജ് നിൽക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണമെന്നില്ല. ഇറ്റ് വിൽ ബി ഇറഗുലർ. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്ത് ഇൻവേരിയൻസ് ഓഫ് ചാർജ്. ഇൻവേരിയൻസ് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കുക്കുടാസാനം എന്ന ഒരു സ്വാമി, പുള്ളി പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്വാമിയാണ്. പുള്ളി അവിടെ സ്റ്റാറ്റിക് പൊസിഷനിൽ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്. സോ സപ്പോസ് പുള്ളി വന്ന് ഒരുത്തൻ കല്ലെടുത്തറിയാണ്, പുള്ളി ജീവനം കൊണ്ട് ഓടയാണ്. പോസിറ്റീവ് ചാർജുള്ള സ്വാമിയാണ്, സ്വാമി ഓടയാണ്. പക്ഷേ സ്വാമിയുടെ പോസിറ്റീവ് ചാർജ് മാറുന്നുണ്ടോ? കല്ല് കൊണ്ടാൽ നമുക്ക് സപ്പോസ് നമുക്ക് പറയാം. സോ ഇവിടെ എന്താണ്, നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ മോഷൻ ടൈമിൽ പോലും നമ്മൾ ചാർജ് ചേഞ്ച് ആവുന്നില്ല. സോ whenever the charge is in static or in moving position, the charge does not get affected. അത് ചാർജിന് അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മാസ് അങ്ങനെയല്ല, ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ഓൺ ദിസ് പ്രോപ്പർട്ടി. ഓക്കെ, മാസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ്. പുള്ളി ഓടാണെങ്കിൽ പുള്ളിയുടെ മാസ് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ അതിനുള്ള ഫോർമുലാസ് ഉണ്ട്. ഇത് ഈ ടൈമിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ റെലവൻ്റ് അല്ല, ബട്ട് കൈൻഡ്ലി നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ.